ഹലോ, എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു സേമിയ ഫ്രൂട്ട് കസ്റ്റേർഡ് ആണ്. ഈ ചൂട് കാലത്ത് മനസ്സും ശരീരമൊക്കെ ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ സേമിയ ഫ്രൂട്ട് കസ്റ്റേർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് 1/4 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് ബ്രൗൺ നിറമാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്കിത് കോരി മാറ്റണം. ഇപ്പോൾ സേമിയെല്ലാം പാകത്തിന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഈ പാനിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമ്മൾക്ക് കസ്റ്റേർഡ് പൗഡർ ഒന്ന് കലക്കിയെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് കൂടി ചേർത്ത് കട്ടയൊന്നുമില്ലാതെ നന്നായി ഒന്ന് കലക്കി എടുത്തു വയ്ക്കാം. ഇപ്പോൾ കസ്റ്റേർഡ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സേമിയ കസ്റ്റേർഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ നേരത്തെ നമ്മൾ സേമിയ വറുത്തെടുത്ത പാനിലേക്ക് തന്നെ 3 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3/4 ലിറ്റർ ഉണ്ടാവും. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഇപ്പോൾ പാല് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന 1/4 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുത്ത് സേമിയൊക്കെ നല്ലവണ്ണം വെന്ത് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾക്ക് സേമിയ നന്നായി വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. സേമിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എനിക്കിവിടെ 7 മിനിറ്റ് കൊണ്ട് തന്നെ സേമിയ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗറും വൈറ്റ് ഷുഗറും ഒരുമിച്ച് മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് സേമിയയിലേക്ക് നന്നായി പിടിക്കുന്ന രീതിയിൽ ഒരു 5 മിനിറ്റ് കൂടി നന്നായി ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയെല്ലാം സേമിയയിലേക്ക് നന്നായി പിടിച്ച് സേമിയ ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ നേരത്തെ കലക്കിയെടുത്ത് വെച്ചിരുന്ന കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈയെടുക്കാതെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. കസ്റ്റേർഡ് പൗഡർ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുറുകി കിട്ടും. ഇപ്പോൾ സേമിയ കസ്റ്റേർഡ് ഇവിടെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഒരുപാട് കുറുകിപ്പോയാൽ തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി കട്ടിയായി പോകും. അതുകൊണ്ട് ഈ ഒരു പാകത്തിൽ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ സേമിയ കസ്റ്റേർഡ് ഒരു ബൗളിലേക്ക് നമ്മൾ ഒഴിച്ച് തണുക്കാനായി വെക്കാം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. 2 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. സേമിയ കസ്റ്റേർഡൊക്കെ നല്ല പാകത്തിന് കുറുകി നന്നായി തണുത്തിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ആപ്പിൾ ചെറുതായി അരിഞ്ഞതും കുറച്ച് കറുത്ത മുന്തിരി വട്ടത്തിലരിഞ്ഞതും കുറച്ച് പൊമോഗ്രാനേറ്റും ചേർക്കുന്നുണ്ട്. ഇത്ര ഫ്രൂട്ട്സ് മാത്രമേ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് വിധത്തിലുള്ള ഫ്രൂട്ട്സും ചേർക്കാവുന്നതാണ്. പുളി അധികമുള്ള ഫ്രൂട്ട്സ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള സേമിയ ഫ്രൂട്ട് കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു ബൗളിലേക്ക് ഇതൊന്ന് സെർവ് ചെയ്തെടുക്കാം. ആദ്യം ഒരു ലെയറായിട്ട് ഒരു തവി സേമിയ കസ്റ്റേർഡ് ചേർക്കാം. അതിന് മുകളിലേക്ക് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർക്കുന്നുണ്ട്.
ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കി സേമിയ ഫ്രൂട്ട് കസ്റ്റേർഡ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൂടിയിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ഡെസേർട്ടാണിത്. വളരെ ഈസി ആയിട്ട് നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.